ഹർഷ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂർ ഒരു ശ്രദ്ധാകേന്ദ്രം തന്നെയാണ്. ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന സ്ഥലം, അദ്ദേഹത്തിന് മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലം. അവിടെ ഇനി മത്സരിക്കാൻ പോകുന്നത് പി.വി. അൻവർ ആണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം അവിടെ പ്രചാരണ പരിപാടികളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. എന്നാലും ഇടയ്ക്കൊക്കെ അവിടെ മത്സരിക്കുന്നില്ല എന്നുള്ള ചെറിയ വാദങ്ങളും ഉയരുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്തായിരിക്കും ബേപ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ബേപ്പൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരത്തിൽ പി.വി. അൻവർ, അതായത് മുഹമ്മദ് റിയാസിനെ തളക്കാൻ പി.വി. അൻവർ രംഗത്തിറങ്ങുന്നു എന്നുള്ള വാർത്തകളായിരുന്നു ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നത്. പി.വി. അൻവർ ബേപ്പൂരിൽ അല്ലാതെ മറ്റെവിടെയും മത്സരിക്കില്ല, ബേപ്പൂരിൽ അദ്ദേഹത്തെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നപ്പോഴും അതിനെതിരായിക്കൊണ്ട് ബേപ്പൂരിൽ പി.വി. അൻവർ തന്നെ മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല ഫ്ലെക്സ് ബോർഡുകളും വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പി.വി. അൻവർ രംഗത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല, പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസിനോട് ബേപ്പൂരല്ലാതെ മറ്റൊരു സീറ്റ് അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പി.വി. അൻവർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ കോൺഗ്രസ് അതിന് തയ്യാറായിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. മുഹമ്മദ് റിയാസിനെ ഭയമായതുകൊണ്ടാണ് പി.വി. അൻവർ ഇത്തരത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ഒരു MLA എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എല്ലാം കൊണ്ട് പൊതുജനങ്ങൾക്ക് ഇഷ്ടമുള്ള, തീർച്ചയായും വിജയിക്കാൻ ഉറപ്പുള്ള ഒരു സീറ്റാണ്. തനിക്കൊരു തോൽവി ഏറ്റുവാങ്ങാൻ തയ്യാറല്ലാത്തത് കൊണ്ട് പി.വി. അൻവർ മാറ്റി മറ്റൊരിടത്ത് പോയി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ പി.വി. അൻവറിനെ സംബന്ധിച്ച് നമുക്കറിയാം, LDF നിന്ന് ഈ പറയുന്നത് പോലെ പിണറായി വിജയന്റെ സ്വന്തം ആളായി നിന്നിരുന്ന, ഇടം വലമെന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് LDF നിന്നും പിണങ്ങിപ്പോരുന്ന സാഹചര്യം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരത്തിൽ ജംഗ്ഷനിൽ TV വെച്ചുകൊണ്ട് ഈ പറയുന്ന തെളിവുകൾ പുറത്തുവിടുമെന്ന് CPM മുൾമുനയിൽ നിർത്തിയിരുന്ന, ഭീഷണിപ്പെടുത്തിയിരുന്ന ഒരു നേതാവ് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹമാണ് ഇനിയിപ്പോൾ UDF ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. UDF ഏതെങ്കിലും ഒരു സീറ്റ് നൽകിയാൽ UDF നൽകുന്ന സീറ്റിൽ മത്സരിച്ച് വിജയിച്ച് കയറണം എന്നുള്ളൊരു ഒരു മാനദണ്ഡം മാത്രമാണ് പി.വി. അൻവറിന് മുന്നിലുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് തനിക്കൊരു സീറ്റ് ആവശ്യപ്പെടാൻ സാധിക്കില്ലാത്തൊരു സാഹചര്യത്തിലാണ് പി.വി. അൻവർ UDF വന്നിട്ടുള്ളത്. പക്ഷെ ബേപ്പൂരിൽ തന്റെ ആഗ്രഹപ്രകാരം, അല്ലെങ്കിൽ പി.വി. അൻവറിന്റെ ആഗ്രഹപ്രകാരം കോൺഗ്രസ് സീറ്റ് കൊടുത്തു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മത്സരിക്കാൻ സാധിക്കില്ല, മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പി.വി. അൻവറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, LDF നിന്നാലും UDF നിന്നാലും ഒറ്റയ്ക്ക് നിന്നാലും ഒരു പ്രത്യേക ഓറയുള്ളൊരു മനുഷ്യൻ എന്ന് തന്നെ പറയേണ്ടി വരും. ബേപ്പൂരിൽ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ വേറെ ഏത് നിയമസഭാ മണ്ഡലത്തിൽ പോയി മത്സരിക്കുകയാണെങ്കിലും വിജയത്തിന് സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് പി.വി. അൻവർ. പക്ഷേ ബേപ്പൂരിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, വർഷങ്ങളായി ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ളൊരു സ്ഥലമാണ്. ഇപ്പോഴും ഇടതുപക്ഷത്തിന് അവിടെ മേൽക്കോയ്മയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പി.വി. അൻവർ എന്താണ് ചിന്തിക്കുക? UDF ഒപ്പം നിൽക്കുമ്പോൾ ഞാൻ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ പോലുള്ള ഒരാൾക്ക് ഓപ്പോസിറ്റ് പോയി നിന്ന് തോൽവി വരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടി വിജയസാധ്യതയുള്ള ഒരു സ്ഥലത്ത് പോയി മത്സരിച്ച് വിജയത്തിലേക്ക് അടുക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ് പുള്ളി ചിന്തിക്കുന്നത്. ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹം ഈ റീൽസിലൂടെ വന്നു എന്ന് പറയുമ്പോൾ പോലും ബേപ്പൂരിനെ സംബന്ധിച്ച് അദ്ദേഹം കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇടതുപക്ഷവും വിശ്വസിക്കുന്നത്, ഒരു പക്ഷത്തുള്ള കുറച്ചധികം പൊതുജനവും വിശ്വസിക്കുന്നത്. ഈ ബേപ്പൂർ ഫെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ലൊരു ഇമേജ് മുഹമ്മദ് റിയാസിനുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഒരു വേരോട്ടമുള്ള ഒരു സ്ഥലം എന്ന നിലയിലും അവിടെ LDF ഒരു മേൽക്കോയ്മയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പി.വി. അൻവറിന്റെ സാഹചര്യം ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോഴും അവിടെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെയുള്ള പല നേതാക്കളെയും പോയി കാണുന്നുണ്ട്. ശക്തമായിട്ടുള്ള പ്രചാരണ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും കുറച്ചുകൂടി വിജയ സാധ്യതയുള്ള, കുറച്ചുകൂടി കോൺഗ്രസിന് വേരോട്ടമുള്ള ഒരു മണ്ണിൽ മത്സരിക്കാൻ സീറ്റ് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് പറയാൻ കഴിയില്ല. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. സുരക്ഷിതമായ ഒരു മണ്ഡലം തനിക്ക് മത്സരിക്കാൻ തരണം. കാരണം ഇനിയൊരു തവണ കൂടി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പി.വി. അൻവറിന് പിന്നീട് രാഷ്ട്രീയ കേരളത്തിൽ ഒരു സ്വാധീനമില്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വിജയിച്ച് കയറണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. കോൺഗ്രസിന് അല്ലെങ്കിൽ UDF ഒരു ഉത്തരവാദിത്വത്തോടു കൂടി അവർ ഇതിന് കൂടെ നിൽക്കുമെങ്കിൽ പോലും വിജയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം UDF LDF സ്ഥാനമില്ലാതെ BJP പിന്നെ അദ്ദേഹം പോകുന്നതോടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പറയാൻ പറ്റില്ല, പി.വി. അൻവർ ആണ്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJP കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. LDF UDF സീറ്റില്ലാത്തൊരു നിലയിലേക്ക് പി.വി. അൻവർ മാറും എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ ബേപ്പൂരിലെ ഒരു കണക്ക് പരിശോധിച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82,165 വോട്ടുകളാണ് മുഹമ്മദ് റിയാസിന് ലഭിച്ചത്. അതിൽ 28,747 ഭൂരിപക്ഷ വോട്ടുകളായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. അത്രയും വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം വിജയിച്ചു കയറിയത്. അദ്ദേഹത്തിന്റെ ചരിത്രം എന്തുവായിക്കോട്ടെ, വ്യക്തിപരമായ ജീവിതം എന്തുവായിക്കോട്ടെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ എന്നുള്ള നിലയിൽ പ്രിവിലേജ് എടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായി ജനങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്.
ഈ പറയുന്നത് പോലെ പക്ഷെ എന്തൊക്കെയായിരുന്നാലും എനിക്ക് തോന്നുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ എന്ത് തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഒരു ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം. തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബേപ്പൂരിൽ PV അൻവറിനെ മാറ്റി നിർത്തി മറ്റൊരാളെ മത്സരിപ്പിക്കുക എന്നുള്ളത് അവിടെ ഏത് ഓപ്ഷനാണ് വെക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ബേപ്പൂരിൽ കോൺഗ്രസ് UDF കാണുന്നത് PV അൻവറിനെ തന്നെയാണ്. ഈ പറയുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തെ മറികടന്നെത്താൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ്. ഇപ്പോൾ ഇതിനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന, ഇപ്പോൾ PA മുഹമ്മദ് റിയാസ് അവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കുറെ റോഡുകൾ ചെയ്തിട്ടുണ്ടാകാം, അതിന്റെ കുറെ റീൽസുകൾ പുറത്തു വന്നിട്ടുണ്ടാകാം, ഈ പറയുന്ന പോലെ ബേപ്പൂർ ഫെസ്റ്റ് ഭംഗിയായി നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ PV അൻവറിന് വിജയിക്കാൻ കഴിയും. പക്ഷെ അതിലൊരു ചെറിയ ആത്മവിശ്വാസ കുറവാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി അവിടെ ഒരു UDF മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവിടെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത് UDF ആണ്. എന്നിട്ടാണ് ഈ പറയുന്നത് പോലെ PV അൻവറിന് ഇങ്ങനെ ഒരു ഭയമുള്ളത്. പക്ഷേ PV അൻവറിന് പകരം മറ്റൊരാളെ നിർത്തിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിന് ഭയം എന്ന് തന്നെ വരുത്തി തീർക്കാനുള്ള സാഹചര്യമുണ്ട്. LDFന് അതൊരു നേട്ടമായി മാറാനുള്ള സാധ്യതകളാണുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിനെ തളക്കാൻ PV അൻവർ എന്ന് പറയുന്നിടത്തു നിന്നും കോൺഗ്രസിന് റിയാസിനെ പേടി, അല്ലെങ്കിൽ PV അൻവറിനെ മത്സരിപ്പിച്ചാൽ വിജയിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് കൊണ്ട് തോൽക്കാൻ വേണ്ടി ഒരു ബലിയാടിനെ നിർത്തുന്നു എന്നുള്ള വാർത്തകൾ വരെ പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട്. ബേപ്പൂരിനെ സംബന്ധിച്ച് ഇനി ഒരു സ്ഥാനാർത്ഥി മാറ്റം അത്രത്തോളം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു, അത്രത്തോളം സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയകളിലും വാർത്തകൾ വന്നു കഴിഞ്ഞു PV അൻവർ ബേപ്പൂരിൽ തന്നെ എന്നുള്ളത്. അതൊരു വെല്ലുവിളിക്കുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു. ഇവിടെ PA മുഹമ്മദ് റിയാസിനെ തറപറ്റിക്കാനായി ബേപ്പൂരിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണങ്ങൾ നടന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇനി ഇത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞു. അദ്ദേഹം തന്നെ ഇവിടെ മത്സരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും UDFന്റെ നയമെന്നാണ്. അതെ, എന്തായാലും ഇനിയിപ്പോ ഒരു മാറ്റത്തിന് PV അൻവറിന്റെ വാശിക്ക് തന്റെ ഇഷ്ടത്തിന് ഒരു സീറ്റ് നൽകുക അല്ലെങ്കിൽ ഒരു മണ്ഡലം നൽകുക എന്നുള്ളത് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിലും മികച്ച ഒരാൾ, ബേപ്പൂരിൽ PV അൻവറിനേക്കാൾ വോട്ട് പിടിക്കാൻ സാധിക്കുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളൊരു, കാരണം PV അൻവർ ഒറ്റയ്ക്ക് നിന്നാലും മത്സരിക്കാൻ സാധ്യതയുള്ള ചില ഇടങ്ങളാണ് ഈ പറയുന്നതൊക്കെ തന്നെ. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ച് പോലും കുറച്ച് വോട്ടുകൾ നേടാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടുള്ള പലയിടങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ പോക്കറ്റുകൾ കൃത്യമായി ബേപ്പൂരിലാണെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഭയം കൊണ്ട് മാത്രം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മാറ്റി നിർത്തലുണ്ടാകാൻ സാധ്യതയില്ല.